പുതിയ അക്കാഡമിക് ഇയറുമായി ബന്ധപ്പെട്ട് ഇന്ന് ഞാൻ ചെയ്ത വീഡിയോ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അതിൻ്റെ ഭാഗമായി തന്നെയാണ് ഞാനിന്ന് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഡിസ്കസ് ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് വേണ്ടി മനുഷ്യൻ പരക്കം പായുന്നത്? വൈ ദിസ് ക്രേസ് ഫോർ ഇംഗ്ലീഷ് എഡ്യൂക്കേഷൻ? ഭ്രാന്തമായി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടി മനുഷ്യൻ പണം ചെലവഴിക്കുകയാണ്. ഗവൺമെൻറ് സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും ഒന്നും പോരാ. അൺഎയ്ഡഡ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ തന്നെ കുട്ടികളെ വിടണം എന്ന് ശഠിക്കുന്നതിൻ്റെ പിന്നിലെ പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്തെല്ലാമാണ് എന്നാണ് ഞാനിവിടെ പരിശോധിക്കാൻ പോകുന്നത്. എല്ലാവർക്കും അറിയാം, വളരെയധികം ചിലവുള്ള കാര്യമാണിത്. അത് ചില മാനേജ്മെൻറ്റുകളൊക്കെ ഒരു ന്യായീകരണവും ഇല്ലാതാണ് ഫീസ് വാങ്ങുന്നത്. ഒരു ന്യായീകരണവും ഇല്ല. വർഷങ്ങൾ കാത്തിരുന്ന് അഡ്മിഷൻ മേടിക്കുന്ന സ്കൂളുകളുണ്ട്, വെയിറ്റിംഗ് ലിസ്റ്റിൽ ഇരുന്ന്. ചില പബ്ലിക് സ്കൂളുകളൊക്കെ വളരെ ഭംഗിയായി നടത്തുന്ന സ്കൂളുകളാണ്. ഇപ്പം ഊട്ടിയിലെ ലഫ്ഡെയിൽ പബ്ലിക് സ്കൂൾ എന്ത് തിരക്കാണ് അഡ്മിഷന് വേണ്ടി. ഡാർജിലിംഗിലെ പല സ്കൂളുകളും, കൊൽക്കട്ടയിലെ പല സ്കൂളുകളും, ഡാർജിലിംഗിലെ സ്കൂളുകൾക്കൊക്കെ വലിയ വിലയാണ്. ബൂൺ പബ്ലിക് സ്കൂൾ, വലിയ വലിയ സ്കൂളുകളുടെ പുറകെ നമ്മൾ പോവുകയാണ്. അതിന് ചൂട് പിടിച്ചുള്ള സ്കൂളുകളാണ് നമ്മുടെ ചുറ്റുപാടും കാണുന്ന കൂടുപോലെ ഇങ്ങനെ വളർന്നു വരുന്ന സ്കൂളുകൾ. അപ്പം നല്ല ബിസിനസ്സായിട്ട് അത് മാറിക്കഴിഞ്ഞു. കൊണ്ട് ടൗണിലെത്തി കഴിഞ്ഞാൽ 4-5 അണയുടെ സ്കൂളുകളാണ്. അവിടെ എല്ലാം അഡ്മിഷന് ആളുകൾ ക്യൂ നിൽക്കുന്നു, കാശ് കൊടുക്കുന്നു, പറയുന്ന കാശ് കൊടുത്ത് അഡ്മിഷൻ വാങ്ങുന്നു. കാരണം അവരുടെ കുട്ടികൾക്ക് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനാണ് വേണ്ടത്. എന്തുകൊണ്ടാണ് ഇങ്ങനെ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് വേണ്ടി നമ്മുടെ പണം ചെലവഴിക്കുന്നത്? ഒന്നാമത്തെ കാര്യം, ഇംഗ്ലീഷ് ഈസ് എ ലാംഗ്വേജ് ഓഫ് റെക്കഗ്നീഷൻ, സോഷ്യൽ റെക്കഗ്നീഷൻ. സാമൂഹികമായ അംഗീകാരത്തിൻ്റെ ഒരു ഭാഷയാണ് ഇംഗ്ലീഷ് എന്ന ഒരു ധാരണ സമൂഹത്തിൽ പരന്നിരിക്കുന്നു. ഒരു സാമൂഹിക അംഗീകാരത്തിൻ്റെ ഭാഗമാണ് ഇംഗ്ലീഷ്. ഞാൻ അതിൻ്റെ വിശദാംശങ്ങളൊന്നും ഇപ്പോൾ ചർച്ച ചെയ്യുന്നില്ല. പക്ഷെ സമൂഹത്തിൽ അങ്ങനെ ഒരു ആശയം രൂഢമൂലമായിരിക്കുന്നു. ഇംഗ്ലീഷ് ഈസ് എ ലാംഗ്വേജ് ഓഫ് സോഷ്യൽ റെക്കഗ്നീഷൻ. ഒരു സ്റ്റേറ്റസ് സിമ്പിളായിട്ട് അത് മാറി. നിങ്ങളുടെ കുട്ടികൾ എവിടെയാണ് പഠിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലാണെന്ന് പറയണം. ഒരു സ്റ്റേറ്റസ് സിമ്പിളായിട്ട് അത് മാറിയ. രണ്ടാമത്തെ സംഗതി, അതിന് കുറച്ചുകൂടെ അർത്ഥമുണ്ട്. എംപ്ലോയബിലിറ്റി എന്ന് പറയുന്ന ഒരു ഘടകമുണ്ട്. ഇംഗ്ലീഷ് പഠിച്ചാൽ എവിടെങ്കിലും ഒരു ജോലി കിട്ടും, ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ. കാരണം നമ്മൾ ജീവിക്കുന്ന കാലം ഗ്ലോബലൈസേഷൻ്റെ കാലമാണ്. ഗ്ലോബലൈസേഷൻ്റെ ഗുണമെന്താ? ലോകത്തിൻ്റെ ഏത് ഭാഗത്തേക്കും നമുക്ക് ഇന്ന് ഈസിയായിട്ട് സഞ്ചരിക്കാൻ പറ്റുന്നു. വിലക്കുകൾ വളരെ കുറവാണ്. വിസയുടെ ആനുകൂല്യങ്ങൾ ധാരാളം ലഭിക്കുന്നുണ്ട്. വിസയുടെ റെസ്ട്രിക്ഷൻസ് ഒക്കെ വളരെ വളരെ കുറഞ്ഞിരിക്കുന്നു. എല്ലാ രാജ്യങ്ങളും വെൽക്കം ചെയ്യുകയാണ് വിദേശ രാജ്യങ്ങളൊക്കെ കുട്ടികളായി. ഇങ്ങനെ വിദേശത്തൊക്കെ പോയി പഠിച്ചു കഴിഞ്ഞാൽ അവർക്ക് ജോലി ലഭിക്കാറുണ്ട്. നമ്മുടെ നാട്ടിലും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ എന്നെങ്കിലും എവിടെങ്കിലും ജോലി ലഭിക്കും എന്നുള്ള ഒരു ധാരണ പ്രചരിപ്പിക്കപ്പെടുന്നത് കൊണ്ട് എംപ്ലോയബിലിറ്റി എന്ന് പറയുന്ന ഘടകം അവരെ സ്വാധീനിക്കുന്നു. ജോലി ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഇംഗ്ലീഷ് പഠിച്ചെങ്കിലേ ജോലിയാണ്. ശരിയാണ്, ഒരർത്ഥത്തിൽ ശരിയാണ്. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള കുട്ടികൾക്ക് ജോലി കിട്ടും. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കില്ലുള്ള കുട്ടികൾക്ക്
കമ്പ്യൂട്ടർ സ്കില്ലും കമ്മ്യൂണിക്കേഷൻ സ്കില്ലും കയ്യിലുണ്ടെങ്കിൽ ഇന്ന് ജോലിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. അപ്പോൾ ഇംഗ്ലീഷ് കമ്മ്യൂണിക്കേഷൻ സ്കിൽ ആഗ്രഹിക്കുന്നത് കൊണ്ട് എംപ്ലോയബിലിറ്റി, തൊഴിൽ സാധ്യത, തൊഴിൽ നേടാനുള്ള യോഗ്യത ഉണ്ടാകും എന്ന് കരുതുന്നത് കൊണ്ടും ഈ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളോട് താല്പര്യം വർദ്ധിക്കുന്നു. അത് രണ്ടാമത്തെ ഘടകം. ആദ്യത്തേത് ഇംഗ്ലീഷ് ഈസ് എ ലാംഗ്വേജ് ഓഫ് സോഷ്യൽ റെക്കഗ്നീഷൻ. രണ്ടാമത്തേത് എംപ്ലോയബിലിറ്റി. ഇംഗ്ലീഷ് ഒരു ഗ്ലോബൽ ലാംഗ്വേജായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഗ്ലോബൽ ലാംഗ്വേജായി മാറുന്നതിൻ്റെ ഗുണം ഇതാണ്: എംപ്ലോയബിലിറ്റി കൂടുകയാണ്, എംപ്ലോയ്മെൻറ്റ് സാധ്യതകൾ കൂടുകയാണ്, ലോകത്തെവിടെയും പോയി ജോലി സമ്പാദിക്കാം എന്നുള്ളത്. അങ്ങനെ പല പല മലയാളികളും അങ്ങനെയാണ് രക്ഷപ്പെട്ടത്. അതിലൊന്നും ആരെയും കുറ്റം വരേണ്ട കാര്യമില്ല. എംപ്ലോയ്മെൻറ്റ് സാധ്യതയുണ്ട് എന്നുള്ളത് രണ്ടാമത്തെ ഘടകം. എന്നാൽ പണ്ടൊക്കെ ഇംഗ്ലീഷ് പഠിച്ചാൽ അങ്ങനെ ആയിരുന്നില്ല. ഇതിൻ്റെ സാധ്യതയ്ക്കല്ലായിരുന്നു. ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലൂടെ ഒരു തലമുറ, പോയ തലമുറ, നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലേക്ക് പോയ തലമുറ നേടിയ മറ്റു ചില ഗുണങ്ങളുണ്ടായിരുന്നു. ഒന്ന്, അറിവിൻ്റെ വാതായനങ്ങൾ മലർക്ക് തുറന്നിടുകയായിരുന്നു. നല്ല നല്ല പുസ്തകങ്ങൾ വായിക്കാൻ അവർ പ്രാപ്തരാകുകയായിരുന്നു ഇംഗ്ലീഷ് പഠിച്ചതിലൂടെ. ഉദാഹരണം, ഷേക്സ്പിയറിനെ വായിക്കുക. 39 നാടകങ്ങൾ വായിച്ചിട്ടുള്ള ആളുകളും ഉണ്ട് നമ്മുടെ ഇടയിൽ. ഷേക്സ്പിയർ. ഇംഗ്ലീഷ് ഭാഷ എന്ന് പറഞ്ഞാൽ സാഹിത്യത്തിൽ വളരെ ധന്യമായൊരു ഭാഷയാണ്. ലോക സാഹിത്യത്തിലെ തന്നെ ഏറ്റവും വലിയ നാടകകൃത്താണ് ഷേക്സ്പിയർ. ഷേക്സ്പിയറിനേക്കാളും ഒട്ടും കുറയാത്ത ആളാണ് ബെർണാഡ് ഷോ. കവികളാണെങ്കിൽ മിൽട്ടനും സ്പെൻസറും ഷെല്ലിയും വേർഡ്സ്വർത്തും ഇവരൊക്കെ ഒരു തലമുറയെ ആകർഷിച്ചതാണ്. ആ ആകർഷണത്തിൻ്റെ കഥ കേട്ട് പലരും വിദ്യാഭ്യാസം ഇംഗ്ലീഷിലാക്കി, ഇംഗ്ലീഷ് സാഹിത്യം പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അതും ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിലേക്ക് ആളുകളെ നയിച്ചു എന്ന് കാണാം. അറിവിൻ്റെ പുസ്തകങ്ങൾ വായിച്ച് കിട്ടുന്ന അറിവിൻ്റെ, അതുപോലെ ശാസ്ത്ര ഗ്രന്ഥങ്ങളൊക്കെ ഇംഗ്ലീഷിലല്ലേ, നല്ല ഗ്രന്ഥങ്ങളെല്ലാം ഇംഗ്ലീഷിലല്ലേ. ലോകത്തിലെ ഏറ്റവും പരിഭാഷപ്പെടുത്തുന്ന പുസ്തകങ്ങൾ ഇംഗ്ലീഷിലാണ്. എല്ലാ ഭാഷകളിൽ നിന്നും പരിഭാഷപ്പെട്ട് ഇംഗ്ലീഷിലേക്ക് വരികയാണ്. ആണ് ലോകം അറിയുന്നത്. അപ്പം അതിനുവേണ്ടി ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന് വേണ്ടി ഒരു കാലഘട്ടത്തിൽ മനുഷ്യൻ ആഗ്രഹിച്ചത് ഇപ്പം അങ്ങനെ സ്വാധീനിക്കുന്നതിന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പം അതിനല്ലല്ലോ. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ എംപ്ലോയബിലിറ്റിയാണ് പ്രധാനം. പിന്നെ ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാനുണ്ട്, ലോകത്തെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷല്ല, ചൈനീസ് മൻഡാരിനാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഭാഷ. കാരണം ജനസംഖ്യ അവിടെ കൂടുതൽ 1 ബില്യനാണ്. 1 ബില്യൺ ആളുകളാണ് അവിടെ ചൈനീസ് ഭാഷ സംസാരിക്കും. ലോകത്തിലെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ. അത് കഴിഞ്ഞ സ്പാനിഷാണ്. 463 മില്യൺ ആളുകൾ സംസാരിക്കുന്നത് സ്പാനിഷ് ഭാഷയാണ്. 2ാം സ്ഥാനം സ്പാനിഷ് ഭാഷയ്ക്കാണ്. 3ാം സ്ഥാനമേ ഉള്ളൂ ഇംഗ്ലീഷ് ഭാഷയ്ക്ക്. 360 മില്യൺ ആളുകൾ സംസാരിക്കുന്ന ഒരു ഭാഷ. അപ്പോൾ 3ാം സ്ഥാനം മാത്രമാണ് ഇംഗ്ലീഷ്. പക്ഷേ ടോട്ടലായി എടുത്തു കഴിഞ്ഞാൽ ഇംഗ്ലീഷിലാണ് ഏറ്റവും കൂടുതൽ സംസാരിക്കുക. അതെന്താ ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം അറിയാമോ? ഇംഗ്ലീഷ് ഫസ്റ്റ് ലാംഗ്വേജായി ഉപയോഗിക്കുന്നവരുടെ കാര്യമാണ് ഞാൻ മുമ്പേ പറഞ്ഞത്. എന്നാൽ ഒഫീഷ്യൽ ലാംഗ്വേജായിട്ട് ഇംഗ്ലീഷ് ഉള്ള രാജ്യങ്ങളുണ്ട്. ഏതാണ്ട് 65 രാജ്യങ്ങളിൽ ഇംഗ്ലീഷാണ് ഒഫീഷ്യൽ ലാംഗ്വേജ്. ഒരു ഭാഷയ്ക്ക് വാക്കിടിയിട്ടില്ല. അപ്പം ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജുമായിട്ട് ഇത് ഉപയോഗിക്കപ്പെടുകയാണ്. ഒഫീഷ്യൽ ലാംഗ്വേജായിട്ട് ഉപയോഗിക്കുമ്പോൾ 1.5 ബില്യൺ ആളുകൾ ഇംഗ്ലീഷ് സംസാരിക്കുന്നു. ആ അർത്ഥത്തിലാണ് ഇംഗ്ലീഷാണ് ലോകത്തെ ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ് പറയുന്നത്. ഞാൻ പറഞ്ഞ ആർഗ്യുമെന്റ് നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് തോന്നുന്നു. 1.5 ബില്യൺ ആളുകൾ ഫസ്റ്റ് ലാംഗ്വേജും സെക്കൻഡ് ലാംഗ്വേജുമായിട്ട് ഉപയോഗിച്ച് ഒഫീഷ്യൽ ലാംഗ്വേജായിട്ട് ഇംഗ്ലീഷ് ഉപയോഗിച്ച് ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയായിട്ട് അതിനെ മാറ്റിയിരിക്കുന്നു. മറ്റൊരു പ്രധാന സംഗതി, ഇംഗ്ലീഷ് ഈസ് ദ ലാംഗ്വേജ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്. കച്ചവടം നടത്തണമെങ്കിൽ, വാണിജ്യം നടത്തണമെങ്കിൽ ഇംഗ്ലീഷ് പഠിക്കണം. ഇറ്റ്സ് ലാംഗ്വേജ് ഓഫ് ട്രേഡ് ആൻഡ് കൊമേഴ്സ്.
ഉണ്ട്. ഇംഗ്ലീഷിന് വേണ്ടിയുള്ള ഒരു ഇംഗ്ലീഷ് പഠിക്കണമെന്നൊരു ആവശ്യകതയുണ്ട്. അതിനുവേണ്ടി ട്രേഡിനും കൊമേഴ്സിനും വേണ്ടി ഇംഗ്ലീഷ് പഠിക്കുന്നു. ഒരു കാലത്ത് ഈ റഷ്യക്കാരും ചൈനക്കാരും ഒന്നും ഇംഗ്ലീഷ് ഭാഷയെ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല. എന്നാൽ ഇപ്പോഴും അവിടെ പ്രോത്സാഹിപ്പിക്കുകയാണ്. കാരണം ഇംഗ്ലീഷ് പഠിച്ചിട്ട് അവരും വെളിയിൽ പോവുകയാണ്. എംപ്ലോയബിലിറ്റി അവർക്ക് മനസ്സിലായിട്ട് അവരും വന്നിട്ട് ലോകത്തിന് വിവിധ ഭാഗങ്ങളിൽ പോയി മാർക്കറ്റ് കീഴടക്കുകയാണ്. ഇതെല്ലാം ഇംഗ്ലീഷ് ഭാഷയുടെ ആകർഷണീയതയ്ക്ക് കാരണമാകുന്നു എന്നുള്ളതും നമ്മൾ ഈ സന്ദർഭത്തിൽ മനസ്സിലാക്കണം. അതുകൊണ്ടാണ് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ പ്രചാരത്തിലായിരിക്കുന്നത്. വലിയ ഡിമാൻഡിലാണ്. അത് അങ്ങനെ നിൽക്കും, കുറേ കാലം അങ്ങനെ നിൽക്കും. പക്ഷേ നമ്മുടെ ഭാഷ, മാതൃഭാഷയ്ക്ക് പകരമായി ഇംഗ്ലീഷ് മാറുന്ന സംവിധാനത്തിലേക്ക് മാറുന്നത് വളരെ മോശമാണ്. ഇന്ന് പലരും പറയുന്നത് എന്താ, എൻ്റെ മക്കൾക്ക് മലയാളം അറിഞ്ഞുകൂടാ. ഇത്ര അഭിമാനത്തോടാണ് പറയുന്നത്. അങ്ങനെ പറയാൻ പാടില്ലല്ലോ. ഇംഗ്ലീഷ് പഠിക്കുന്നതോടൊപ്പം തന്നെ മാതൃഭാഷയും വശമാക്കണ്ടേ? മാതൃഭാഷയും വശമാക്കിയെങ്കിൽ മാത്രമല്ലേ ഈ മാതൃഭാഷയ്ക്ക് അതുകൊണ്ട് ഗുണമുള്ളൂ. ഇതുകൂടെ നമ്മളെ കണക്കിലെടുത്ത് വേണം ഇംഗ്ലീഷ് പഠിക്കേണ്ടത് എന്ന അഭിപ്രായവും ഈ സന്ദർഭത്തിൽ ഇതുമായിട്ട് കൂട്ടി വായിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഞാൻ ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിച്ചതാണ് എന്തുകൊണ്ട് ഇംഗ്ലീഷ് ഭാഷ ഒരു ഭ്രാന്തായിട്ട് മാറിയിരിക്കുന്നു ആളുകൾ. അതിന് ചില പ്രായോഗിക കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ ശരിയുമാണ്, പലതും ശരിയുമാണ്. എന്നാൽ യഥാർത്ഥത്തിൽ അതിൻ്റെ ഒരു മൂല്യങ്ങളുണ്ട്. ആ മൂല്യങ്ങളെ മറന്നു പോകുന്നു. അത് അറിവിൻ്റെ ഭാഷയാണ് എന്നുള്ളത്. അത് പുസ്തകങ്ങൾ വായിച്ച് മനസ്സിലാക്കാനുള്ള ഭാഷയാണ്. ലോകത്തിലെ എല്ലാ പുസ്തകങ്ങളും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യപ്പെടുന്ന സാഹചര്യത്തിൽ ഇത് അറിവിൻ്റെ ഭാഷയാണ്. ലാംഗ്വേജ് ഓഫ് നോളജ് എന്ന സ്ഥിതിയിലേക്കൂടെ ഇതിനെ കാണണം എന്നത് കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ വീഡിയോ നിങ്ങളുടെ ചിന്തകൾക്കും ചർച്ചകൾക്കുമായി ഞാൻ സമർപ്പിക്കുക.